നമ്മളിലേക്ക് എങ്ങനെയാണ് നെഗറ്റീവ്സ് വരുന്നത് എന്നുള്ള ദൃശ്യമാണ് ഞാനിപ്പോ നിങ്ങളെ കാണിക്കുന്നത്. ഈ ഒരു പഴമാണ് നെഗറ്റീവ്സ്. ഓക്കെ, ഈ ഒരു പഴമാണ് നെഗറ്റീവ്സ്. ഓക്കെ, ഈ കുഞ്ഞാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ വായിലേക്ക് നെഗറ്റീവ്സ് നമ്മുടെ സമൂഹം ഉറ്റിച്ചു തരികയാണ് ചെയ്യുന്നത്. അതിനൊരു ദൃശ്യമാണ് ഞാൻ ഇനി നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് കണ്ടോ? നോക്കിയേ, കണ്ടില്ലേ? ഇതാണ് പഴം. അതിലെ കുരു എടുത്ത് ദൂരെ കളഞ്ഞു. ഇനി ആ കുരു എന്താണ് ഞാൻ പറയട്ടെ. ആ കുരുവാണ് സാധ്യത, സത്യം. നിന്നെ കൊണ്ട് എല്ലാം സാധിക്കും. അഹം ബ്രഹ്മംസിയാണ് കുരു. നീ ഈശ്വരാംശമാണ് കുരു. നിന്നെ കൊണ്ട് എല്ലാം കഴിയും. തത്വമസിയാണ് കുരു. ഓക്കെ, നിന്നിലെ എല്ലാ നന്മയെയും എടുത്ത് സമൂഹം എടുത്ത് ദൂരക്കളയാ ചെയ്യും. എന്നിട്ട് സമൂഹം എന്താ ചെയ്യുന്നത്? അമ്മച്ചി സമൂഹമാണ്, സമൂഹത്തിന്റെ പ്രതീകമാണ് ഈ അമ്മച്ചി. എന്നിട്ട് വിഷം എടുത്ത് നമ്മളുടെ സൊസൈറ്റി, എല്ലാം ഞാൻ പറയുന്നില്ല, ചുരുക്കം ചിലർ, മീഡിയക്കാര്, പത്രക്കാര്, പാരന്റ്സ്, ചുരുക്കം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നെഗറ്റീവ്സ് എടുത്ത് നമ്മളുടെ വായിലേക്ക് വരുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൗ മെനി ഓഫ് യു ഗെറ്റിംഗ് ആൻ ഐ ഓപ്പണിംഗ് മെസ്സേജ്? സാറ്റോട്ട് റെസ്പോണ്ട് ചെയ്യാം. ആ നെഗറ്റീവ്സുകൾ വരുമ്പോ പിന്നീട് നമ്മൾ എന്തായി കണ്ണന്മാരായിട്ട് മാറുകയാണ്. ഇലാമ പഴം എന്ന് പറയുന്ന നെഗറ്റീവ്സ് എന്താണ്? സമൂഹം എന്താ പറയുന്നത്? നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിനക്ക് ആർട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നീ ഒരു കലാകാരന്റെ മകനല്ല, നീ ഒരു കലാകാരിയുടെ മകളല്ല, നിനക്ക് ആർട്ടിന്റെ ABCD അറിയില്ല, അതുകൊണ്ട് നിനക്ക് ഒരു ഇഞ്ച് പോലും ഗ്രോ ചെയ്യാൻ പറ്റില്ല തുടങ്ങിയ നെഗറ്റീവ്സ് നമ്മൾ കുഞ്ഞുനാള് മുതലേ കേട്ടിട്ടുണ്ട്. ഓർമ്മ വെക്കുന്നതിനേക്കാൾ മുമ്പേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡ്രോയിങ് പഠിക്കാനായിട്ട് ബോൺ ടാലന്റ് വേണം, ജനിക്കുമ്പോൾ തന്നെ ആർട്ടിസ്റ്റായിട്ട് മാറുന്നതാണ് എന്നീ കാണുന്ന ചിത്രകാരന്മാരൊക്കെ പഠിച്ചിട്ട് വന്നവരല്ല എന്ന് സമൂഹം നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ്സ് ഉറ്റിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ ബ്രെയിനില് ആ നെഗറ്റീവ്സ് വളർന്ന് വലിയൊരു ഭൂകമ്പമായിട്ട് മാറിയേ. ശരിക്കും ഈ ബ്ലോക്കുകൾ വരുമ്പോ നമ്മൾ ഭയക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ പറയാണ്, ഇത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ബ്ലോക്കുകൾ ആളുകൾ നമ്മളുടെ ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് തരുന്നിടത്തോളം കാലം നമുക്ക് ഈ സബ്ജക്റ്റിൽ പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇതാണ് നമ്മളുടെ സമൂഹം പണ്ട് മുതലേ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ള മിത്ത് എന്ന് പറയുന്നത്. ഡ്രോയിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കഴിവ് വേണം, ബോൺ ടാലന്റ് ആണ് എന്ന് സമൂഹം ഇങ്ങനെയാണ് നമ്മളിലേക്ക് വിഷം കുത്തിവെച്ച് തന്നിട്ടുള്ളത്.